ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നീ കണ്ടത് എന്ന ആശയമാണ്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്ന ആശയത്തെ ആസ്പദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. 4-ാം അധ്യായം മുതൽ 22 അധ്യായം വരെയുള്ള ഭാഗം മുഴുവനും ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നീ കണ്ടത് സംഭവിച്ചു കഴിഞ്ഞ കാലം, ഭൂതകാലം. നീ കണ്ടത് അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടത് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം. ഇപ്പോഴുള്ളത് വർത്തമാനകാലം. 2-3 അധ്യായങ്ങൾ വർത്തമാനകാലത്തെ സംബന്ധിക്കുന്നു. ഇപ്പോൾ ഉള്ളത് അന്ന് ഉള്ള 7 സഭകൾ: എഫേസസ് സഭ, സ്മുർന സഭ, പെർഗമോ സഭ, തൊയ്ഥൈര സഭ, സർദി സഭ, ഫിലദൽഫിയ സഭ, ലവോദിക്ക സഭ. 7 സഭകൾ. അത് ഇപ്പോൾ ഉള്ളതാണ്. അന്നുള്ള സഭകൾ 7 സഭകൾ, ആസിയയിലെ 7 സഭകൾ. എന്നാൽ ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത് അത് 4-ാം അധ്യായം മുതൽ 22 അധ്യായം വരെ. കാരണം അത് പിന്നെ ഭൂമിയിലല്ല. 4-ാം അധ്യായം തുടങ്ങുമ്പോൾ കാണാം, ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേട്ടു. അപ്പോസ്തലനായ യോഹന്നാനെ മുകളിലേക്ക് വിളിക്കുകയാണ്. 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കൂ. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അതുവരെയും ഈ ഭൂമിയിലാണ് കാര്യങ്ങൾ. പിന്നീട് അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, അന്ന് ആ ആദ്യം കേട്ട ആ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത്. ഇപ്പോൾ 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. ഈ വെളിപ്പാട് പുസ്തകം ഭാവികാലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനത്തിന് പ്രത്യാശ പകരുന്ന അനുഗ്രഹങ്ങളുടെ വിളനിലമാണ് ഈ അധ്യായങ്ങളെല്ലാം. ജനത്തിന് പ്രത്യാശ നൽകുകയാണ്. നാം യുദ്ധങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട്, ഭയങ്കരമായ വലിയ ബാധകളെക്കുറിച്ച് വായിക്കുന്നുണ്ട്, വലിയ വലിയ കെടുതികളെക്കുറിച്ച് വായിക്കുന്നുണ്ട്, വലിയ ദണ്ഡനങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട്, തീരാവ്യാധികളെക്കുറിച്ച് വായിക്കുന്നുണ്ട്, വലിയ മഹാകഷ്ടങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഇതെല്ലാം വായിക്കുമ്പോൾ നാം വരാനിരിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഭയപ്പെടാനല്ല, നേരെ മറിച്ച് ഈ മാതിരി കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാം വരുമ്പോഴും തന്നെ ജനത്തെ ദൈവം പരിപാലിക്കുന്ന വിധങ്ങൾ ഗ്രഹിക്കുവാനാണത് നമുക്ക് ഉതകേണ്ടത്, നമുക്ക് സാധിക്കേണ്ടത്. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ളതായ ബാധകൾ നമ്മെ ഏൽക്കാതെ നമ്മെ കാക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ കാര്യപരിപാടി നാം അറിയുവാനാണത് ഉപയോഗപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ പദ്ധതി, നമ്മെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ, നമ്മെ കാക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ, നമ്മെ എന്നും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ. ഏത് വലിയ മഹാബാധകൾ വന്നാലും അതിൽ നമ്മെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ കൃപ, ഏത് കൊടും ക്രൂരമായ യാതനകളും വേദനകളും വന്നാൽ പോലും ഒന്നും നമ്മെ തൊടാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, മഹാവ്യാധികൾ, മഹാബാധകൾ, വലിയ പെരിയ യുദ്ധങ്ങൾ എല്ലാം വന്നാലും അതിലൊന്നും അതിൻ്റെ കേടുകൾ നമ്മെ സ്പർശിക്കാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നതായ അരുളപ്പാടുകളുടെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. വലം കൈയിൽ 7 നക്ഷത്രം, അതിൻ്റെ മർമ്മമുണ്ട്. സഭ ഒരു മർമ്മമാണ്. സഭ എക്കാലത്തൊരു മർമ്മമാണ്. എന്താണ് ഈ സഭ എന്ന് പറഞ്ഞാൽ? നാം എന്താ ധരിച്ചിട്ടുള്ളത്? സഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയെന്നോ, യാക്കോബായ സഭയെന്നോ, ഓർത്തഡോക്സ് സഭയെന്നോ, അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ സഭയെന്നോ, ബ്രദറൻ സഭയെന്നോ, അല്ലെങ്കിൽ ബ്രദറൻ അസംബ്ലി എന്നോ, അല്ലെങ്കിൽ പെന്തിക്കോസ് സഭയെന്നോ, ഇവാഞ്ചലിക്കൽ സഭയെന്നോ, ഇതൊന്നുമല്ല. അതെല്ലാം കൂടിയൊരവുകളാണ്, കൂടിയൊരവുകൾ. പക്ഷേ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്.
മനസ്സിലാക്കൂ, ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. അതിൽ വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ. സഭ വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ് സഭ. രക്ഷ അനുഭവിക്കാതെ, രക്ഷിക്കപ്പെടുന്ന വെച്ചാൽ രക്ഷ പൂർത്തീകരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. രക്ഷ അനുഭവിക്കുന്നവരുടെ, വീണ്ടും ജന്മം അനുഭവിക്കുന്നവരുടെ, മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. എല്ലാ സഭകളിലും നാമധേയ ക്രിസ്ത്യാനികളുണ്ട്. എല്ലാ സഭകളിലും, യാക്കോബായ സഭയിലും ഓർത്തഡോക്സ് സഭയിലും കത്തോലിക്ക സഭയിലും എല്ലാ സഭകളിലും നാമധേയ ക്രിസ്ത്യാനികളുണ്ട്. പേരിന് ക്രിസ്ത്യാനികൾ. പേരിനെ ക്രിസ്ത്യാനിത്വമുള്ളൂ, ഉള്ളത്തിൽ ക്രിസ്ത്യാനിത്വമില്ല, ഉള്ളത്തിൽ ക്രിസ്തുവില്ല. ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികൾ, നാമധേയ ക്രിസ്ത്യാനികൾ. എന്നാൽ സഭ എന്ന ആ വാസ്തവമായ ആ വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ വിശുദ്ധ ശരീരം എന്നാണ്. സഭ വിശുദ്ധമാണ്. സഭ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ്. അതിൽ കത്തോലിക്ക സഭയിൽ വിശുദ്ധന്മാരുണ്ടോ? അവരും. യാക്കോബായ സഭയിൽ വിശുദ്ധന്മാർ അവരും. ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധന്മാർ അവരും. പെന്തിക്കോസ്ത് സഭയിൽ വിശുദ്ധന്മാർ അവരും. ഇവാഞ്ചലിക്കൽ സഭയിൽ വിശുദ്ധന്മാർ അവരും. CSI സഭയിൽ വിശുദ്ധന്മാർ അവരുമുണ്ട്. എല്ലാ സഭയിലും എല്ലാ സമുദായങ്ങളിലുമുള്ള വിശുദ്ധന്മാർ ഒരു ശരീരമാണ്, ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതുകൊണ്ടാണ് നാം ആരും സമുദായം മാറണ്ട, സഭ മാറണ്ട എന്ന് പറയുന്നത്. വ്യക്തമായിട്ടാണ് പറയുന്നത്. സഭ മാറിയുകൊണ്ട് പ്രയോജനമില്ല, സമുദായം മാറിയുകൊണ്ട് പ്രയോജനമില്ല. നാം സത്യസഭയുടെ അംഗങ്ങളായിരിക്കുക, സത്യസഭയുടെ അംശമായിരിക്കുക നാം ഓരോരുത്തരും. എന്ന് പറഞ്ഞാൽ നാം വിശുദ്ധന്മാരായിരിക്കുക. വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ. വിശുദ്ധന്മാർ. ദൈവത്തിന് സ്തോത്രം. ഇത് ഒന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നാം ആരും വിശുദ്ധരായിട്ടില്ല. നാം ആരും തികഞ്ഞവരായിട്ടില്ല. ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ തികഞ്ഞവനായിട്ടില്ല. ഭൂമിയിൽ പിറന്നതിൽ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ആരും തികഞ്ഞവനായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു മാത്രം വിശുദ്ധിയിൽ തികഞ്ഞവൻ. വിശുദ്ധിയിൽ തികഞ്ഞവൻ, സ്നേഹത്തിൽ തികഞ്ഞവൻ, എല്ലാറ്റിലും സമ്പൂർണ്ണതയുടെ ബന്ധം, സമ്പൂർണ്ണതയുടെ എംബോഡിമെൻറ്റ്, സമ്പൂർണ്ണതയുടെ മൂർത്തിമത് ഭാവം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മാത്രം. നാം ആരും വിശുദ്ധരായി തീർന്നിട്ടില്ല, പൂർണ്ണരായിട്ടില്ല. എന്നാൽ നാം ജീവിതം കർത്താവിന് സമർപ്പിച്ച് ഈ ആയുസ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, കർത്താവെ, മേലിൽ ഞാൻ ലോകത്തിന് അനുരൂപമായി ജീവിക്കുകയില്ല, ഇനിമേൽ നിൻ്റെ വകയായി ജീവിക്കും, മനസ്സറിഞ്ഞൊരു പാവം എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് നാം തീരുമാനിച്ച് ജീവിതത്തിൽ ഒരു വ്യക്തമായ തിരിവിലേക്ക്, മാനസാന്തരത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവിൻ്റെ തിരക്തം വന്ന് നമ്മുടെ അനേകം ലംഘനങ്ങൾ ക്ഷമിച്ചു തരും, കഴുകിത്തരും. നമ്മുടെ പാവങ്ങൾ മറച്ചു തരും. ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയാൻ ഭാഗ്യവാൻ. നമ്മുടെ പാവങ്ങളെല്ലാം മാറ്റുന്നില്ല. രക്തത്തിൽ പിന്നെയും പാവപ്രവണതയുണ്ട്. ഇനി ഞാൻ കോപിക്കുകയില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെയും ചിലപ്പോൾ കോപം വന്നു വരും. ഇനിയും ആ അഴുക്കായ ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് പറഞ്ഞാലും പിന്നെയും അഴുക്കായ ചിന്തകൾ ഒന്നു വരും. വന്നുപോയ തിന്മകളുടെ ലംഘനങ്ങൾ അത് കർത്താവ് ക്ഷമിച്ചു തരും. പക്ഷേ നമ്മുടെ രക്തത്തിൽ പാപത്തിൻ്റെ പ്രവണത അലിഞ്ഞു നിൽക്കുന്നു. പാപത്തിൻ്റെ സ്വഭാവം അലിഞ്ഞു നിൽക്കുന്നു. പാപത്തിൻ്റെ പ്രവണത നമ്മുടെ രക്തത്തിലുണ്ട്, നമ്മുടെ സ്വഭാവത്തിലുണ്ട്. ഈ സ്വഭാവത്തിലുള്ള മാലിന്യങ്ങൾ അതെല്ലാം കർത്താവ് അതിൻ്റെ രക്തത്താൽ മറച്ചു തരുന്നു. ഇത് അനുഭവിച്ചുകൊണ്ട് വേണം നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ. അല്ലാതെ പൂർണ്ണരായിട്ട് ആർക്കും കടന്നു പോകാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു കിട്ടുകയും മനസ്സറിഞ്ഞൊരു പാവം വരികയില്ലെന്ന് തീരുമാനിച്ച് ജീവിതം കർത്താവിന് സമർപ്പിക്കുമ്പോൾ അതുവരെ വന്ന പാവങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, പാപപ്രവണതകൾ, പാപ സ്വഭാവങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ മറച്ച് പൊതിഞ്ഞു തരികയും ചെയ്യുന്നു. പിശാച് നോക്കുമ്പോൾ അവൻ അവകാശം പറയാനൊന്നും കാണുന്നില്ല. കാരണം കർത്താവിൻ്റെ രക്തമാണ് പുറമേ കാണുന്നത്. കർത്താവിൻ്റെ രക്തത്തിൽ കൂടി നോക്കുമ്പോൾ മനുഷ്യൻ്റെ പാവങ്ങളൊന്നും വെളിപ്പെടുകയില്ല. കർത്താവിൻ്റെ തിരക്തമായി പൊതിഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, കർത്താവിൻ്റെ തിരക്തത്തിൻ്റെ ആവരണം ഉള്ളതുകൊണ്ട് നാം യേശുക്രിസ്തുവിൻ്റെ ആ കൃപയിൽ, യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തിയിൽ നാം മറന്നു നിൽക്കുന്നു. അതുകൊണ്ട് പിശാചിന് നമ്മിൽ അവകാശം പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ മാത്രമേ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു ചെല്ലണമെങ്കിൽ
അല്ലാതെ വേറെ പോകാൻ വഴിയില്ല. അതുകൊണ്ടാണ് ആ തിരുരക്തത്തിൽ ആശ്രയിച്ചല്ലാതെ നമുക്ക് ദൈവരാജ്യത്തിൽ പോകാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടല്ലാതെ നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ സാധിക്കുകയില്ല. അറിഞ്ഞൊരു തെറ്റ് വരാൻ പാടില്ല, അറിഞ്ഞൊരു പാവം വരാൻ പാടില്ല, പാവത്തിൻ്റെ ചിന്ത വരാൻ പാടില്ല, പാവത്തിൻ്റെ വാക്ക് വരാൻ പാടില്ല, പാവത്തിൻ്റെ പ്രവൃത്തി വരാൻ പാടില്ല. അറിയാതെ നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞു കിടക്കുന്ന പാവപ്രവണതകളോ, ഇൻബോൺ നേച്ചേഴ്സ്, ഇൻഹെറൻറ്റ് നേച്ചേഴ്സ്, ഇതെല്ലാം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നതായ, നമ്മുടെ പ്രകൃതിയായി ഉള്ളതായ ആ സ്വഭാവേനയുള്ളതായ പാപങ്ങൾ, അതെല്ലാം മറച്ചു തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാനസാന്തരപ്പെട്ടവർ അവർക്കും ചിലപ്പോൾ കോപം വന്നു വരും, അവർക്കും ചിലപ്പോൾ ചില വ്യാജഭാവങ്ങൾ വന്നു വരും, അവർക്കും ചിലപ്പോൾ ചില ഈർഷ്യയോ മുഷിച്ചിലോ വന്നു വരും. പ്രവൃത്തിയിൽ വരാൻ പാടില്ല, വാക്കിൽ വരാൻ പാടില്ല, പക്ഷേ മുഷിച്ചിൽ വരുന്നു, ചില ഈർഷ്യ വരുന്നു, ചില മനസ്സ് പുകയുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു, ചില ഭാരങ്ങൾ വരുന്നു, മനസ്സിൽ ചില ഇഷ്ടക്കേടുകളോ ചില നീരസങ്ങളൊക്കെ വരുന്നു. അതെല്ലാം സ്വഭാവത്തിലുള്ളതാണ്. അതെല്ലാം മറച്ചു തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വഭാവത്തിൽ ലയിച്ചു കിടക്കുന്നതായ പാപപ്രവണതകൾ നിരന്തരം ഈ രക്തത്താൽ പൊതിഞ്ഞ് കിടക്കുന്നത് കൊണ്ട്, പുറമേ തിരക്തമുള്ളത് കൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അതെല്ലാം കുറേശ്ശെയായി കത്തി തീർന്നു പോകുന്നു. അങ്ങനെയാണ് നാം വിശുദ്ധിയെ തികച്ചുകൊണ്ട് അക്കരെ ദേശത്തേക്ക് കടന്നു ചെല്ലുന്നത്. തികഞ്ഞവരായതുകൊണ്ടല്ല, തിരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ സ്പർശനത്താൽ. സ്തോത്രം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാനീ പറഞ്ഞു തരുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. കർത്താവേ, എന്തൊരു ഭാഗ്യം അല്ലേ, കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ പൊതിയുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, ഞാൻ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാവങ്ങളെല്ലാം ക്ഷമിച്ചു തരണമേ എന്ന്? അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും വന്നുപോയി. എന്തെല്ലാം എൻ്റെ വാക്കിൽ വന്ന് പിരാകിയിട്ടുണ്ട്, ശവിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, കോപിച്ച് തുള്ളിയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, വഴക്കടിച്ചിട്ടുണ്ട്, വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഒരു കാര്യമില്ലാതെ കലഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എന്തെല്ലാം വ്യാജം വന്നു പോയിട്ടുണ്ട്, കൈക്കൂലി വാങ്ങിപ്പോയിട്ടുണ്ട്, മോഷണം വന്നു പോയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എനിക്ക് വല്ല ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും വല്ല തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവത്തിലും മാലിന്യം സംഭവിച്ചു പോയിട്ടുണ്ട്. ഓരോ അവയവത്തിലും കണ്ണുകൊണ്ട് കണ്ടതിൽ, ചെവി കൊണ്ട് കേട്ടതിൽ, നാവ് കൊണ്ട് സംസാരിച്ചതിൽ, ഹൃദയം കൊണ്ട് നിരൂപിച്ചതിൽ, മനസ്സുകൊണ്ട് ചിന്തിച്ചതിൽ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കൈ കൊണ്ട് തൊട്ടതിൽ, എൻ്റെ കാലുകൊണ്ട് നടന്നതിൽ, എന്തെല്ലാം ഓരോ അവയവങ്ങളിലും പാവം വന്നു പോയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എനിക്കിതെല്ലാം ഒന്ന് കഴുകിത്തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതൊരു ഭാഗ്യമാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അങ്ങനെ ഒരു നിലവിളി വരുന്നത് ഭാഗ്യമാണ്. കർത്താവേ, എന്നെ നീ കഴുകണമേ എന്നുള്ള പ്രാർത്ഥന, തിരക്തത്താൽ നിന്ന് കഴുകി എടുക്കണമേ എന്നുള്ള പ്രാർത്ഥന, കഴിഞ്ഞകാല പാവങ്ങളെ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞകാല പാവങ്ങളെ പുറത്തു തരണമേ എന്നുള്ള പ്രാർത്ഥന. വന്നുപോയ സകല ബന്ധനങ്ങൾ അഴിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥന. പൈശാചിന് അവകാശം പറയുന്ന എല്ലാത്തിൽ നിന്ന് എനിക്ക് മോചനം തരണമേ എന്നുള്ള പ്രാർത്ഥന. ദുഷ്ടപിശാചെന്നെ വലിച്ചു കൊണ്ടുപോകുന്ന പാവത്തിന് ഊരാക്കുരുക്കളിൽ നിന്ന് എനിക്ക് മോചനം തരണമേ എന്നുള്ള പ്രാർത്ഥന. ദുഷ്ടനായ പൈശാചികൻ എന്നെ വലിച്ചു കൊണ്ടുപോകുന്ന എൻ്റെ ജീവിതത്തിലെ കേടുകളും കെടുതികളും മാറ്റി എൻ്റെ കർത്താവെ ദുഷ്ടനിൽ നിന്ന് തന്നെ വിടുവിച്ച് എനിക്ക് മോചനം തരണമേ എന്നുള്ള പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ കർത്താവിൻ്റെ തിരക്തം നമ്മെ കഴുകിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇനി തലയെടുപ്പോടെ നടക്കാം, ധൈര്യത്തോടെ നടക്കാം. നിങ്ങൾ തികഞ്ഞവരായതുകൊണ്ടല്ല, ആരും തികഞ്ഞവരല്ലല്ലോ. നിങ്ങൾ തികഞ്ഞവരായതുകൊണ്ടല്ല. ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ തിരക്തം എൻ്റെ കഴിഞ്ഞകാല പാവങ്ങളെല്ലാം കഴുകിയെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം വന്നാൽ, അതിനുവേണ്ടി മാത്രമാണ് കർത്താവ് കുരിശിൽ മരിച്ചതെന്നുള്ള വിശ്വാസം വന്നാൽ, എന്നെ കഴുകാനാണ് എൻ്റെ യേശുവേ ദൈവപുത്ര നീ കുരിശിൽ മരിച്ചത് എന്ന് ഒരു വിശ്വാസം നിനക്ക് വന്നാൽ, മകനെ നിൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് കഴുകിത്തരും, മകളെ നിൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് കഴുകിത്തരും, എല്ലാ ബാധകളും മാറ്റിത്തരും. എന്നിട്ടോ, കർത്താവേ എൻ്റെ പാപപ്രവണതകൾ ഇപ്പോഴും അവിടെയുണ്ടല്ലോ, പാവത്തിൻ്റെ നേച്ചർ അവിടെയുണ്ടല്ലോ, സിൻഫുൾ നേച്ചർ ഈസ് ദെയർ. കർത്താവേ, പാവത്തിൻ്റെ നേച്ചർ അവിടെയുണ്ടല്ലോ, പാവത്തിൻ്റെ സ്വഭാവം അവിടെയുണ്ടല്ലോ, അത് നിൻ്റെ രക്തത്താൽ പൊതിഞ്ഞുകൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. രക്തത്താൽ എന്നെ പൊതിഞ്ഞുകൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു അനുഭവം നമുക്ക് കിട്ടുന്നതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം. പുറമേ ക്രിസ്ത്യാനി എന്നുള്ള പേരുകൊണ്ട് കാര്യമില്ല, പുറമേ പള്ളിയിൽ പോയി അവിടെ കാര്യമില്ല, പുറമേ കുരിശ് വരച്ചു അതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചു, സ്തോത്രം, എന്താ ഈ കുരിശ് വരയ്ക്കുന്നത്?
എന്താ അതിൻ്റെ അർത്ഥം? എത്ര പേർക്കറിയാം എന്താ കുരിശ് വരയ്ക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. വലിയ അർത്ഥമുണ്ട്. കുരിശ് വരയ്ക്കുക എന്നുള്ളതിന് വലിയ അർത്ഥമുണ്ട്. നാം ഒന്ന് ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നു, നാം അതിൻ്റെ അർത്ഥമൊന്നും ചിന്തിച്ചില്ല. അറിയാമോ നിങ്ങൾക്ക്, നിത്യനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇടത്തേതിൻ്റെ മക്കളായ മനുഷ്യരെ വലത്തേതിൻ്റെ മക്കളാക്കി തീർത്തു. ദൈവമേ നിനക്ക് സ്തുതി. നിത്യനായ ദൈവം കാലത്തിൻ്റെ മധ്യത്തിൽ, നിത്യനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇടത്തേതിൻ്റെ, പിശാചിൻ്റേത്, ഇടത്തേതിൻ്റെ പൈതലായി, ഇടത്തേതിൻ്റെ മകനായ, ഇടത്തേതിൻ്റെ വകയായ എന്നെ വലത്തേതിൻ്റെ മകനാക്കി തീർത്തു, ക്രിസ്തുവിൻ്റെ വകയാക്കി തീർത്തു. ഒരർത്ഥം. മറ്റൊന്ന്, ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിന് സമർപ്പിക്കുന്നു. മൂന്നാമത്തേത്, പിതാവും പുത്രനും പരിശുദ്ധ ദൈവമേ നിനക്ക് സ്തുതി. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ടല്ല കുരിശ് വരയ്ക്കുന്നത്. നമ്മൾ കുരിശ് കാണുമ്പോൾ കുരിശ് വരയ്ക്കും, സ്ലീബ എന്ന് പ്രാർത്ഥനയിൽ കാണുമ്പോൾ കുരിശ് വരയ്ക്കും, കേൾക്കുമ്പോൾ കുരിശ് വരയ്ക്കും, അല്ലേ? നാം പിതാവും പുത്രനും പരിശുദ്ധ എന്ന പ്രാർത്ഥന വരുമ്പോൾ കുരിശ് വരയ്ക്കും. ശരി, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ അർത്ഥമൊന്നും അറിയണ്ടേ? നാം അറിയണ്ടേ? നമ്മെ തന്നെ നാം സമർപ്പിക്കുകയാണ്. നിത്യനായ ദൈവം കാലത്തിൻ്റെ ചക്രവാളത്തിൽ ചവിട്ടി നിന്നുകൊണ്ട്, കാലത്തിന് നെറുകയിൽ ചവിട്ടി നിന്നുകൊണ്ട് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് താഴോട്ട് ഇറങ്ങി വന്നു. അവിടെ തിരുവതാരം ചെയ്തു. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ നീക്കിക്കളയുവാനായിട്ട്, കർത്താവെ നീ കുരിശിൽ മരിച്ചു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ഇടത്തേതിൻ്റെ വകയായിരുന്നു ഞാൻ, നീ എന്നെ വലത്തേതിൻ്റെ വകയാക്കി തീർത്തു. ഇതാണ് കുരിശ് വരയ്ക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം കുരിശ് വരയ്ക്കുന്നു, അർത്ഥം അറിഞ്ഞല്ല. ശരി, ഞാൻ പറയും, അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്യൂ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അർത്ഥം അറിഞ്ഞല്ല, എന്നാൽ നിങ്ങളൊക്കെ ഈ ചടങ്ങുകളെന്ന് ആചരിക്കൂ. ചടങ്ങുകൾ തെറ്റിദ്ധരിക്കല്ലേ. ചടങ്ങ് ആചരിച്ച് രക്ഷപ്പെട്ടുള്ളതെന്നല്ല ഈ പറഞ്ഞത്. അത്രയെങ്കിലും നിങ്ങൾ ചെയ്യൂ. ക്രമേണ നിങ്ങളതിലേക്ക് വന്നോളൂ എന്ന് ഞാൻ വിചാരിക്കട്ടെ. കാരണം ഞാൻ ചടങ്ങുകൾ ആചരിച്ച മനുഷ്യനാണ്. ധാരാളം ചടങ്ങുകളായിരുന്നു. എല്ലാം എന്തോ ഒരു ചടങ്ങുകളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പള്ളിപ്പെരുന്നാൾ ഏറ്റുകഴിക്കുക വരെ ചെയ്തു. ഒരു വലിയ പുണ്യമാണെന്ന് വിചാരിച്ചത്. പള്ളിപ്പെരുന്നാൾ ഏറ്റുകഴിക്കാനും സ്വർഗ്ഗത്തിൽ പോകാനൊന്നുമല്ല, കുടുംബത്തിലെ കഷ്ടത മാറാൻ, ഇവിടുത്തെ ദുരിതം മാറാൻ, ഇവിടുത്തെ യാതന മാറാൻ. എൻ്റെ അപ്പൻ എനിക്ക് ഒരു വയസ്സിൽ മരിച്ചു കഴിഞ്ഞു. പിന്നെ കുടുംബത്തിലാകെ ദുരിതവും പ്രയാസവും വേദനയും യാതനയും, എന്നും ദുഃഖവും രോഗവും എല്ലാം. ഞങ്ങളുടെ കണ്ണുനീര് തോരാൻ അതിനുവേണ്ടി പള്ളിപ്പെരുന്നാൾ ഏറ്റുകഴിക്കാമെന്ന് തീരുമാനിച്ചു. ഞാനല്ല, എൻ്റെ അമ്മ തീരുമാനിച്ചു. അമ്മ ആണ്ട് നോമ്പ് നോക്കി. ആണ്ട് മുഴുവൻ നോമ്പ് നോക്കി. നാമധേയ ക്രിസ്ത്യാനിത്വം വർദ്ധിച്ചു വരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ സാക്ഷാത്തായ കാതലായ വിശ്വാസത്തിലേക്ക് നാം വരുമ്പോഴാണ് ചടങ്ങുകൾ നിർജ്ജീവമാണെന്നൊക്കെ മനസ്സിലാകുന്നത്. നിർജ്ജീവമായ ചടങ്ങുകൾ, നിർജ്ജീവമായ ആചാരങ്ങൾ. എന്നാൽ ഈ ആചാരങ്ങൾക്കപ്പുറം ചില അന്തസത്തകളുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവയിൽ ഊന്നുവാനും അവയിൽ ലയിക്കുവാനും അതുകൊണ്ട് നമുക്ക് ചില പ്രയോജനങ്ങൾ അനുഭവമാക്കുവാനും നമുക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വമുണ്ട്. വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും. 7 നക്ഷത്രം എന്താണ്? സഭ ഒരു മർമ്മമാണെന്നാണ് ഞാൻ പറഞ്ഞത്. 7 നക്ഷത്രം സഭ ഒരു മർമ്മമാണ്. അതെങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്? എഫേസ് ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അനാദികാലം മുതൽ നിത്യനായ ദൈവത്തിൻ്റെ യുഗപരിപാടിയിൽ മറഞ്ഞിരുന്ന ഒന്നാണ് സഭ എന്ന മർമ്മം. മർമ്മം, മിസ്റ്ററി, രഹസ്യം. അനാദികാലം മുതൽ വെച്ചാൽ കാലങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ്, ഫ്രം ദ ബിഗിനിങ്ലെസ് ബിഗിനിങ്, ആരംഭമില്ലാത്ത ആരംഭത്തിൽ, അനാദികാലം മുതൽ നിത്യനായ ദൈവത്തിൻ്റെ സ്വർഗീയ യുഗ പരിപാടിയിൽ മറഞ്ഞിരുന്ന ഒന്നാണ് സഭ എന്ന മർമ്മം. ആ മർമ്മം അന്ന് മറഞ്ഞിരുന്നപ്പോൾ സഭയിലുള്ള എല്ലാവരെയും ദൈവം കണ്ടിരുന്നു, ഉൾക്കൊള്ളിച്ചിരുന്നു. സഭ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അതിൽ ഈ ഞാൻ ഉൾപ്പെട്ടിരുന്നു. അന്ന് ഞാൻ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെട്ടിരുന്നു. അന്ന് നിങ്ങൾ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ കാലാതീതമായ കാലങ്ങൾക്കും അപ്പുറത്തുള്ള യുഗപ്രഭാതത്തിൽ ദൈവം നിരൂപിച്ചതായ സഭ എന്ന മർമ്മത്തിൽ, ആ മിസ്റ്ററിയിൽ നമ്മെ ഓരോരുത്തരെയും ഉൾക്കൊള്ളിച്ചിരുന്നു.
സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഇത് മനസ്സിലാകാൻ പ്രയാസമാണല്ലേ? സാരമില്ല. നിത്യനായി ദൈവം നമ്മെ ഉൾക്കൊള്ളിച്ചിരുന്നെന്ന് നമ്മെ അതിൽ പെടുത്തിയിരുന്നു. ആ മർമ്മത്തിൽ സഭ എന്ന മർമ്മം മിസ്റ്ററി, അതൊരു രഹസ്യമാണ്. ആ രഹസ്യം എന്നാ വെളിപ്പെട്ടത്? ദൈവത്തിന് സ്തോത്രം. ആ രഹസ്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പോടും ചേർന്ന് കർത്താവായ യേശു സ്വർഗാരോഹണത്തെ തുടർന്ന് പരിശുദ്ധാത്മാവ് ആളത്തുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ആവസിച്ചു സഭ. സഭ അക്ഷരീയമായി വെളിപ്പെട്ടു. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇതിൽ സന്തോഷിക്കേണ്ട കാര്യം, എൻ്റെ കർത്താവേ, ഈ സഭ എന്ന മർമ്മത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തിയല്ലോ, നിനക്ക് സ്തുതി. അനേകർക്ക് ഇതിനകത്ത് വരാൻ കഴിഞ്ഞില്ലല്ലോ, അനേകർക്ക് ഈ മർമ്മം പിടികിട്ടിയില്ലല്ലോ, അനേകർക്ക് ഈ വചനം മനസ്സിലാകുന്നില്ലല്ലോ, അനേകർക്ക് രക്ഷ എന്തെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇത് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. സ്തോത്രം. നന്ദി കൊണ്ട് നിറയും. നമ്മുടെ സ്വന്തക്കാരിലെ അനേകർ, ബന്ധക്കാരിലെ അനേകർ, നാട്ടുകാരിലെ അനേകർ, ഇടവകയിൽപ്പെട്ടവരിലെ അനേകർ, നമ്മുടെ ഭദ്രാസനത്തിൽപ്പെട്ടവരിലെ അനേകർ, നമ്മുടെ അതിരൂപതയിൽപ്പെട്ടവരിലെ അനേകർ ഇല്ലേ? അനേകർ വിവിധ സഭകളിൽ അനേകരില്ലേ? പലർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് ഈ പറയുന്നത്? ഒന്നും പിടികിട്ടുന്നില്ല. എന്താണിത്? ഒന്നും മനസ്സിലാകുന്നില്ല. ഭാഗ്യവശാൽ നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഇതിൽ അനുഭവിക്കാൻ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ മർമ്മത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ചു. സ്തോത്രം. ഈ മർമ്മത്തിൽ നമ്മെ ചേർത്തണച്ചു. എന്തൊരു ഭാഗ്യം! അക്കരെ ചെല്ലുമ്പോൾ ഞാൻ അറിയും, നിങ്ങളറിയും. സ്തോത്രം. അന്ന് എല്ലാം കാണും. ഇന്നിപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നപ്പോൾ മുഖാമുഖമായി കാണും. ഇന്ന് എല്ലാം കണ്ണാടിയിൽ കടമൊഴിയായി കാണും. അന്ന് മുഖാമുഖമായി കാണും. എല്ലാം നേരിട്ട് കാണും. എല്ലാം അറിയും. ദൈവത്തിന് സ്തോത്രം. അന്നാണ് നാം അറിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില എന്ത് എന്ന്. കർത്താവ് നമ്മെ വീണ്ടെടുത്ത വില എന്ത് എന്ന് നമുക്കപ്പോൾ മനസ്സിലാകും. നമുക്ക് കിട്ടിയ ഭാഗ്യം എന്തായെന്ന് മനസ്സിലാകും. നമുക്ക് കിട്ടിയ വചനത്തിൻ്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാകും. വചനത്തിൻ്റെ അത്ഭുത കൃപകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് കിട്ടിയ മാനസാന്തരത്തിൻ്റെ ആ ഭാഗ്യം എന്തായെന്ന് നമുക്ക് മനസ്സിലാകും. ഇന്ന് ആളുകൾ കളിയാക്കുന്നു, കളിയാക്കൊള്ളട്ടെ. ആളുകൾ പരിഹസിക്കുന്നു. പലർക്കും നമ്മുടെ എതിർപ്പാണ്, പലർക്കും തെറ്റിദ്ധാരണയാണ്. ആയിക്കൊള്ളട്ടെ. പക്ഷേ അന്ന് ഇതെല്ലാം വെളിപ്പെടുമ്പോൾ അന്ന് നാം ഭാഗ്യശാലികളായി നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെയും ഇടയിൽ പാർപ്പിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്ന പ്രകാരം വിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കുമ്പോൾ അപ്പോൾ നമുക്കറിയാം നാം വിശുദ്ധരായി തീർന്നു. നാം ഭാഗ്യവശാൽ നാം എത്തിച്ചേർന്നു. കൃപയാൽ നാം എത്തിച്ചേർന്നു. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല, നമ്മുടെ നന്മ കൊണ്ടല്ല, നമ്മുടെ യാതൊരുവിധമായ ജാഗരണം കൊണ്ടുമല്ല, നിത്യനായ ദൈവത്തിൻ്റെ യുവ പരിപാടിയിൽ നമ്മെ കണ്ടതുകൊണ്ട് നമുക്കവിടെ എത്തിച്ചേരാൻ സാധിച്ചു. എൻ്റെ കർത്താവേ, ഇതിൻ്റെ കൃപയത്ര വലുത്. അപ്പോൾ നാം ദൈവത്തെ സ്തുതിക്കും. അതാണ് ഇടപെടാത്ത സ്തുതി. അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനന്റെ ഭാവികളുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനന്റെ ഭാവികളായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാം സ്തുതിക്കുന്നവരായിത്തീരുന്നു. എപ്പോൾ? നിരന്തരമായ സ്തുതി. ഇവിടെ തുടങ്ങുന്ന സ്തുതി അവിടെ തുടരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ തുടങ്ങുന്നതായ വിശുദ്ധി അവിടെ തുടരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ തുടങ്ങുന്നതായ സ്വർഗം അവിടെ തുടരുന്നു. സ്വർഗയുടെ ഈ ഭൂമിയിൽ നമുക്ക് തുടങ്ങണം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗം നമുക്കിവിടെ തുടങ്ങണം. സ്വർഗീയ സൗഭാഗ്യം നമുക്ക് അനുഭവിക്കണം. സ്വർഗ സ്നേഹം നമുക്ക് അനുഭവിക്കണം. സ്വർഗത്തിൻ്റെ വിശുദ്ധി നമുക്ക് അനുഭവിക്കണം. സ്വർഗത്തിൻ്റെ ശാന്തി നമുക്ക് അനുഭവിക്കണം. സ്വർഗത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കണം. ആ സമാധാനം വാരി വിതറിക്കൊണ്ട് ലോകത്ത് ഓടി നടക്കണം. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ സമാധാനം, സ്വർഗീയ സ്നേഹവും അനേകർക്ക് വാരി വിതറി കൊടുത്തുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് ഓടി നടന്ന് പ്രവർത്തിക്കണം. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി നിങ്ങൾ കൊടുപ്പീൻ. ഓടി നടന്ന് പ്രവർത്തിക്കണം. ഈ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി അനേകർക്ക് നാം കാണിച്ചു കൊടുക്കണം. കർത്താവേ, പാപം ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം, പാപം പൊറുക്കുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം, പാപം കഴുകുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം, കഴിഞ്ഞ കാലങ്ങളെല്ലാം മാറ്റി തരുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം, പുതിയ ജീവിതം തരുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരും. നിങ്ങൾക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. യേശുവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാം. ഉടയവനെ, ഇത്രയും കാലം ഞാൻ ബോധമില്ലാത്തതിനെ പോലെ ഞാൻ ജീവിച്ചു. കർത്താവേ, ഇത്രയും കാലം എൻ്റെ ജീവിതം ഞാൻ പാഴാക്കി കളഞ്ഞു. ഇത്രയും കാലം ഞാൻ പാവത്തിൻ്റെ പിന്നാലെ ഓടിപ്പോയി. കർത്താവേ, പിശാചിൻ്റെ കൂടെ ഞാൻ നടന്നുപോയി. സാത്താൻ്റെ കളിപ്പാട്ടുമായി ഞാൻ ജീവിച്ചു പോയി. സാത്താൻ്റെ കൈകൾ ഞാൻ ഇണങ്ങുന്ന ആയുധമായി പോയി. കർത്താവേ, തെറ്റുകൾ സംഭവിച്ചു പോയി. ഇനിമേലില്ല കർത്താവേ, ഇനിമേൽ ഈ ശരീരത്തിലെ ഒരു അവയവം പോലും സാത്താൻ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. കർത്താവേ,
കർത്താവേ, ഇനി എൻ്റെ മനസ്സിൽ പിശാച് കയറാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇനി എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ സാത്താൻ ഇടം കിട്ടുകയില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ സാത്താൻ ഇടം കിട്ടുകയില്ല. വന്നതെല്ലാം വന്നുപോയി. കർത്താവെ ക്ഷമിക്കണമേ. തിരക്തത്താലിനെ കഴുകണമേ. തിരക്തത്താലിനെ പൊതിയണമേ. തിരക്തത്താലിനെ ആവരണം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന് തീ എൻ്റെ സിരകളിലൂടെ ഒഴുകണമേ. പരിശുദ്ധാത്മാവിന് തീ എൻ്റെ സിരകളിലൂടെ ഒഴുകി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എന്നെ മാറ്റിയെടുക്കണമേ. എൻ്റെ മേൽ നിനക്ക് പകരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, കർത്താവേ, ഇത്രയും കാലം പാഴാക്കി കളഞ്ഞ ഈ ജീവിതം ഇപ്പോൾ ഞാൻ ഇതാ തൃക്കൈയിലേക്ക് തരുന്നു. എന്നാഥ, മർമ്മമായി ഇന്ന് ഞാൻ സഭയിൽ നിൽക്കുന്നു. എന്നാൽ മർമ്മമായ സഭ വെളിപ്പെടുന്ന നാളിൽ കർത്താവേ, രണ്ടാമത്തെ വരവിൽ ഞാനും പറന്നുയരും. യേശുവേ, ഞാനും പറന്നുയരും. അന്ന് വിശുദ്ധന്മാരുടെ നിലയിൽ ഞാനും പറന്നുയരും. നാഥ, എന്നെ നീ അതിനെ ഒരുക്കണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങളതിനെ സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എൻ്റെ കർത്താവേ, എന്താണ് സഭയെന്നും എന്താണ് വിശുദ്ധിയെന്നും എന്താണ് ദൈവസ്നേഹമെന്നും ഞങ്ങൾ ഗ്രഹിപ്പാൻ തക്കോടെ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിനുവേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.